ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ ഇന്നലെ നടന്ന തേർഡ് പാർട്ടി ഇവന്റ് GST സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ന്യൂ ഇയർ സാഗ 2.0യുടെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ട്രോയ് തമിഴൻസ് ആണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന 73 പോയിന്റുമായിട്ട്. സെക്കൻഡ് നമ്മൾ സാരക്സ് കളിക്കുന്ന കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 55 പോയിന്റുമായിട്ട്. തേർഡ് റെക്കനിങ് നിൽക്കുന്നുണ്ട് 54 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 50 പോയിന്റുമായിട്ട്. 11ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 37 പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇവന്റിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ് വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് GST സ്പോർട്സിന്റെ യൂട്യൂബ് ചാനലിൽ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ മല്ലു ഓർഗായുള്ള മിത്ത് ഒഫീഷ്യൽസ് ഇതാ ഇന്ത്യൻ ഗെയിമായുള്ള ഇൻഡസ് ബാറ്റിൽ റോയാളുടെ റോസ്റ്റേഴ്സിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മലയാളി പ്ലേയേഴ്സ് അല്ല ഇതിൽ കളിക്കുന്ന. ഇൻഡസിൽ നമുക്കറിയാം വരുന്ന ദിവസങ്ങളിൽ വമ്പൻ ഇവന്റുകൾ വരാനിരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു മല്ലു ഓർഗുകൾ ഡോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മലയാളി പ്ലേയേഴ്സും അതിൽ കളിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വേറെ ലെവൽ തന്നെ ആയിരിക്കും. അതിൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ BGMI സീൻ 2024 എൻഡോട് കൂടിയിട്ട് കുറച്ച് ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള കമ്മ്യൂണിറ്റി കപ്പോട് കൂടിയിട്ട് ഇപ്പോൾ 2025 തുടക്കവും ഗംഭീരമാക്കിയിരിക്കുകയാണ്. സിഗ്നേച്ചർ സ്പോർട്സും NRIയും കൂടി ഒരു പുതിയൊരു BGMI ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിഗ്നേച്ചർ മാസ്റ്റർ സീരീസ് സൗത്ത് ഇന്ത്യൻ ടീമുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഇവൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മളെ കേരള പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് ആ ഒരു ഹൈ ലെവൽ കോമ്പറ്റീഷൻ നമ്മളെ കേരളത്തിൽ ആ ഒരു സ്പോർട്സ് നമുക്ക് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവരാനുള്ള ഒരു അവസരമായിരിക്കും. അതിന് അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 5 മത്സരങ്ങൾ ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ കംബാക്കുകളാണ് നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഗോഡ്സ്റേന് 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഗോളിലേക്ക് അവിടെ 12 ഫിനിഷസോട് കൂടിയിട്ട് 16 പോയിന്റും സ്വന്തമാക്കിയാൽ മാച്ച് 2ലും ഗോഡ്സ്റേൻ്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയിട്ട് 18 പോയിന്റാണ് അവർ സ്വന്തമാക്കിയത്. GenXFM നമ്മളെ ഈവിള് കളിക്കുന്ന GenXFM 5 പോയിന്റ് സ്വന്തമാക്കിയാൽ മാച്ച് 3ൽ ബോട്ട് ആർമി 12 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സ്വന്തമാക്കിയത്. അവിടെ നമ്മളുടെ ഗോഡ്സ്റേന് അത്യാവശ്യം നല്ല രീതിയിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോളിലേക്കും 11 പോയിന്റ് സ്വന്തമാക്കിയ നമ്മളുടെ മിത്ത് ഒഫീഷ്യൽസും ഇവിടെ 8 ഫിനിഷസോട് കൂടിയിട്ട് 11 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 4 സാൻഹോക്കിൽ നമ്മളെ VXTയുടെ ആ ഒരു ഡോമിനേഷൻ കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ തവണയും സാൻഹോക്കിൽ 23 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനെ നമ്മളെ VST സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ 17 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എക്സ്പെഷ്യലി റെയ്ഡൻ്റെ ആ ഒരു ലാസ്റ്റ് സോണിൽ ആ ഒരു ക്ലച്ച് വേറെ ലെവലായിരുന്നു. GenXFMനെതിരെ അടിപൊളിയായിട്ട് തന്നെ റെയ്ഡൻ കളിച്ചുകൊണ്ട് സോളോ 7 ഫിനിഷസാണ് റെയ്ഡൻ സ്വന്തമാക്കിയത്. ആൻഡ് മാച്ച് 5ൽ വസിഷ്ഠ 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ സോളിൻ്റെ ആ ഒരു മച്ച് നീഡഡ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ലാസ്റ്റ് മാച്ചിൽ സോളും സ്വന്തമാക്കിയത്. അങ്ങനെ സെമി ഫൈനൽസിൻ്റെ ഡേ 5 അവസാനിച്ചപ്പോൾ VST ആണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത്. അതും 154 പോയിന്റുമായിട്ട്. ഇന്നലെ മാത്രം 41 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അതെല്ലാം എടുത്തു പറയേണ്ടത് 108 ഫിനിഷസാണ് VST സ്വന്തമാക്കിയിട്ടുള്ളത്. അത്രയും ലെവലുള്ള അഗ്രഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം സോമരാജ് ഭയങ്കര പാസീവായി കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ എസ്പോർ കൂടി ലൈനപ്പിലോട് കൂടിയിട്ട് വന്നോട് കൂടിയിട്ട് തന്നെ ഭയങ്കര ഒരു അഗ്രസീവ് ലെവലിലുള്ള ഗെയിം പ്ലേ ആണ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത്രയും ഫിനിഷസുകളാണ് ടീം സ്വന്തമാക്കിയത്. ആൻഡ് സെക്കൻഡ് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 145 പോയിന്റ്. തേർഡ് ഗോഡ്സ്റേ നിൽക്കുന്നുണ്ട്. ഇന്നലെ 3 മാച്ചുകൾ 50 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 9ാം സ്ഥാനത്ത് നിന്നാണ് 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് 131 പോയിന്റുമായിട്ട്. നമ്മുടെ സാരക്സ് കളിക്കുന്ന കാർണിവൽ ഗെയിമിങ്ങിന് ഇന്നലെ അത്ര നല്ലൊരു ഡേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 89 പോയിന്റുമായിട്ട് 13ാം സ്ഥാനത്താണ് ടീം നിൽക്കുന്നത്. സോള് 14ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 87 പോയിന്റുമായിട്ട്. നമ്മൾ ഈവിള് കളിക്കുന്ന GenXFM 19ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 76 പോയിന്റുമായിട്ട്. ആൻഡ് മിത്ത് ഒഫീഷ്യൽസ് 29ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 56 പോയിന്റായിട്ട്. നല്ലൊരു കംബാക്കിൻ്റെ ആവശ്യകത ഉണ്ട്. ഇനിയും 7 ദിവസത്തോളം ഈ ഒരു സെമി ഫൈനൽസ് ഉണ്ട്. അതിനുശേഷമാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്കും 16 ടീമുകൾ ക്വാളിഫൈ ആകാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ മാച്ചുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGIS 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ക്രാഫ്റ്റ് ഇന്ത്യ സ്പോർട്സിൻ്റെ വെബ്സൈറ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ ഒരു മാസം 19ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. ആൻഡ് 64 ഇൻവൈറ്റഡ് ടീംസുകളാണ് ഈ ഒരു BGISൽ വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കും.
സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ സോളിൻ്റെ മാനേജറായുള്ള സിദ്ധ് ഇന്നലെ വാച്ച് പാർട്ടിയിൽ സോളിൻ്റെ ലൈനപ്പിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ESL ടീമിന് നല്ലൊരു പെർഫോമൻസ് ഇല്ലെങ്കിൽ സോളിൻ്റെ ആ ഒരു ലൈനപ്പിൽ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ BGSലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുമെന്നാണ് സിദ്ധ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഹണ്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹണ്ടേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ലൈനപ്പിലേക്ക് കൊണ്ടുവരാൻ സിദ്ധിന് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ESL തുടങ്ങുന്നതിന് മുന്നേ ഹണ്ടേഴ്സ് ഒഴിവല്ലായിരുന്നു. ESL തുടങ്ങിയതിന് ശേഷമാണ് ഫ്രീ ഏജൻ്റ് ആയത്. പക്ഷേ ESL നമുക്ക് പുതിയൊരു പ്ലെയറിനെ ഇനി ആഡ് ചെയ്ത് കളിപ്പിക്കാനായിട്ട് സാധിക്കില്ല, കാരണം റോസ്റ്റർ ചേഞ്ചസോ കാര്യങ്ങളോ ഇപ്പോൾ കറൻ്റ്ലി അലൗഡ് അല്ല എന്നാണ് സിദ്ധ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹണ്ടേഴ്സിനെ സോളിലേക്ക് കൊണ്ടുവരാത്തത്. മേ ബി ഇനി BGIS ടീമിൽ ഈ ഒരു ESL ടൂർണമെൻറ്റിൽ ടീമിൽ പെർഫോമൻസ് ഇല്ലെങ്കിൽ ഹണ്ടേഴ്സ് ഫ്രീ ഏജൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ സോളിലേക്ക് കൊണ്ടുവന്നേക്കാം. നമുക്ക് നോക്കാം ESLൻ്റെ ചാമ്പ്യന്മാർ സോൾ ആവുമോ, അല്ലെങ്കിൽ സോളിൻ്റെ ഇനി BGISലേക്ക് വരുമ്പോൾ ലൈനപ്പിൽ മാറ്റങ്ങൾ വരുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.